നമസ്കാരം. നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ITR 1 എന്ന് പറയുന്ന ഫോം എങ്ങനെ ഫയൽ ചെയ്യാമെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് അസസ്മെൻറ്റ് ഇയർ 2026-27 ITR 1 ഓൺലൈനായിട്ട് എങ്ങനെ ഫയൽ ചെയ്യാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ 2025-26 സാമ്പത്തിക വർഷം നമുക്കുണ്ടായ ഇൻകം ITR 1 ആണ് ആപ്ലിക്കബിൾ എങ്കിൽ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ പോർട്ടൽ നമ്മൾ ലോഗിൻ ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാൻ നമ്പർ ആയിരിക്കും യൂസർ ID, ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ആക്കുക. പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആധാർ ബേസ്ഡ് OTPയിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. അതിനുശേഷം ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുക. അതിൻ്റെ അകത്ത് ഇൻകം ടാക്സ് റിട്ടേൺ, ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്യുമ്പം ഇങ്ങനൊരു വിൻഡോ പോപ്പപ്പ് ആയിട്ട് വരും. ഇതിൽ നിന്ന് നമ്മൾ ഏത് അസസ്മെൻറ്റ് ഇയറാണോ നമ്മൾ ഫയൽ ചെയ്യാൻ പോകുന്നത് സെലക്ട് ചെയ്യാം. ആസ് ഐ സെഡ്, നമ്മൾ 2026-27 അതായത് കറണ്ട് അസസ്മെൻറ്റ് ഇയറാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. സെലക്ട് ചെയ്യാം. രണ്ട് രീതി നമുക്ക് ചെയ്യാം. മോസ്റ്റ്ലി ITR 1 ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഫയൽ ചെയ്യാം. അതല്ല വിൻമാൻ പോലെയുള്ള എക്സ്റ്റേണൽ സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുന്നുണ്ടല്ലേ, ജാവ യൂട്ടിലിറ്റി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ITR ഫയൽ ചെയ്തതിന് ശേഷം അതിൻ്റെ JSON ഫയൽ ഈ ഓഫ്ലൈൻ മോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. നമ്മൾ ഓൺലൈനാണ് പോകുന്നത്. സോ സെലക്ട് ആൻഡ് ഓൺലൈൻ, കണ്ടിന്യൂ. ഓൾവേസ് റിമെമ്പർ കോൺസെപ്റ്റ് ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് ബോത്ത് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും കൊടുക്കേണ്ട ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി ഈ ഫോം ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫയലിംഗ് അവിടെ റെസ്യൂം ചെയ്താൽ മതി. അപ്പം പിന്നെ ആദ്യം തൊട്ട് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നൗ വി ആർ സ്റ്റാർട്ടിങ് എ ന്യൂ ഫയലിംഗ്. അപ്പോൾ വിൽ ഹാവ് ടു സെലക്ട് നമ്മുടെ അസസ്സിയുടെ ടൈപ്പ്, നേച്ചർ എന്നാന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻഡിവിജ്വൽ ആണോ, HF ആണോ, അതേഴ്സ് ആണോ? നമ്മൾ ഇൻഡിവിജ്വലിൻ്റെ ITR ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെലക്ട് ചെയ്യാം ഏത് ITR ഫോമാണോ. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ITR 1 ആണ്. ബാക്കി ഫോമുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും വേറെ ക്ലാസ്സുകളിൽ. ITR 1 സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ITR 1 സെലക്ട് ചെയ്യുന്ന ഫോം കറക്റ്റ് ആയിരിക്കുക. ITR 1 എന്ന് പറയുന്ന ഫോം ആർക്കാണ് ആപ്ലിക്കബിൾ ആണെന്ന് നമുക്ക് നോക്കാം. 2026-27 അസസ്മെൻറ്റ് ഇയറിൽ ITR 1 എന്ന് പറയുന്ന ഫോം വിൽ ബി ആപ്ലിക്കബിൾ ടു ഇൻഡിവിജ്വൽ റെസിഡൻറ്റ്. ബേസിക്കലി സാലറി ഉള്ളവർക്കാണ്. അപ്പം സാലറി നോർമലി ഒരു ഇൻഡിവിജ്വൽസിന് മാത്രം ഉണ്ടാകുന്ന ഒരു ഇൻകം ആണ്. ആപ്ലിക്കബിൾ ടു റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ. അപ്പം നോൺ റെസിഡൻ്റ് ആണെങ്കിൽ 1 യൂസ് ചെയ്യാൻ പറ്റില്ല. റെസിഡൻ്റ് ആയിരിക്കണം ഫസ്റ്റ് കണ്ടീഷൻ. ആൻഡ് അതർ ദാൻ ഓർഡിനറി റെസിഡൻറ്റ് ആണെങ്കിലും 1 യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി ആർക്കും പറ്റത്തില്ല. നോട്ട് ഓർഡിനറി റെസിഡൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഇൻകം 50 lakhs താഴെ ആയിരിക്കണം. ഇപ്പം നിങ്ങളുടെ സാലറി പോലെയുള്ള ഇൻകം അല്ലെ ഗ്രോസ് ഇൻകം 50 lakhs കൂടുതലാണെങ്കിൽ ITR 1 യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബേസിക്കലി ഉണ്ടാകുന്ന ഇൻകം ഹെഡുകൾ എന്ന് പറഞ്ഞാൽ സാലറി വരാം, 1-2 എംപ്ലോയിയുടെ കൂടി നോ ഇഷ്യൂ. ഹൗസ് പ്രോപ്പർട്ടി ഇൻകം, 2 ഹൗസ് പ്രോപ്പർട്ടി ഇൻകം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ITR 1 യൂസ് ചെയ്യാം. പിന്നെ അതർ സോഴ്സിൽ ബാങ്ക് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് പോലെയുള്ള ഇൻകങ്ങളുണ്ടെങ്കിൽ അതും ITR 1 അകത്ത് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഫ്രം ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ നമുക്ക് സെക്ഷൻ 112A അനുസരിച്ച് 1,25,000 വരെയും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റ് ആണ്. അങ്ങനെയുള്ളത് മാത്രമേ നമുക്ക് ITR 1 യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ ആണ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ ആണെങ്കിൽ ഇൻട്രാഡേ ചെയ്യുന്ന ഫ്യൂച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് ബിസിനസ് ഇൻകം ആയിരിക്കും. അപ്പോൾ ഒരിക്കലും അവർക്ക് ITR 1 യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ചെറിയൊരു ഫിഗർ ഉണ്ടെങ്കിൽ പോലും. ദാറ്റ് ഇസ് എ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഓർത്തിരിക്കുക. നോട്ട് ആപ്ലിക്കബിൾ ടു, അതായത് ഈ ITR 1 താഴെ പറയുന്ന ആൾക്കാർക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഡയറക്ടർ ഓഫ് എ കമ്പനി, നിങ്ങളൊരു കമ്പനിയിലെ ഡയറക്ടറാണ്, അൺലിസ്റ്റഡ് ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ അനുസരിച്ച് ഡെഫേർഡ് ടാക്സ് ഉണ്ടെങ്കിൽ, 194N എന്ന് പറയുന്ന TDS സെക്ഷൻ, അതായത് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ കട്ട് ചെയ്യുന്ന TDS ആണ്, അങ്ങനെയുണ്ടെങ്കിൽ, അഗ്രികൾച്ചർ ഇൻകം 5,000 rupees കൂടുതലാണെങ്കിൽ 1 യൂസ് ചെയ്യാൻ പറ്റത്തില്ല, 5,000 വരെ പറ്റത്തുള്ളൂ. മേ ബി 2 യു ലവ് ടു ട്രൈ ഇറ്റ്. ഓഫ് കോഴ്സ് ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ പല IT കമ്പനി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അവർക്ക് ഫോറിനിലെ കമ്പനികളിൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും IT റിട്ടേൺ ഡിസ്ക്ലോസ് ചെയ്യണം. ദാറ്റ് കനോട്ട് ബി യൂസ്ഡ് ഇൻ ITR 1. ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ എനി എൻറ്റിറ്റി ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ ഇങ്ങനെയുള്ള കാറ്റഗറി ഓഫ് അസസിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ITR 1 യൂസ് ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ ബാക്കി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അവർക്കാണ് ബേസിക്കലി ITR 1 യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ദിസ് ആസ് ഓൾറെഡി മെൻഷൻ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ദെൻ പ്രൊസീഡ് വിത്ത് ആൻ ITR. അപ്പോൾ ഈ ബേസിക്കലി ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പോർട്ടലിൽ കുറേയേറെ ഡാറ്റ ഓട്ടോ പോപ്പുലേറ്റ് ആയിട്ട് വരുന്നുണ്ട്. കാരണം പാൻ കണക്റ്റഡ് ആയിട്ട് പലയിടത്തുനിന്നും വരുന്നതായിരിക്കും. അതുണ്ടെങ്കിൽ ആ സിറ്റീസ് അക്സെപ്റ്റ് ചെയ്യാം. അതെല്ലാം വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് എന്താണോ ആക്ച്വൽ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബേസിക്കലി ITR 1 ഫയൽ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒന്നെന്ന് വെച്ചാൽ സാലറിയുടെ ഡീറ്റെയിൽ ആണ്. TDS ഒക്കെ ഡിഡക്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഫോം 16 എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് കിട്ടും. TDS സർട്ടിഫിക്കറ്റ് എംപ്ലോയർ ഇഷ്യൂ ചെയ്യുന്നതാണ്. അത് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫയൽ ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ വി ആർ സ്റ്റാർട്ടിങ്. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ, എന്ത് റീസൺ കൊണ്ടാണ് നമ്മൾ IT റിട്ടേൺ ഫയൽ ചെയ്യുന്നത്? പല റീസൺ കൊണ്ട് നമുക്ക് IT റിട്ടേൺ ഫയൽ ചെയ്യണം. അതിൽ സെക്ഷൻ 139 സബ്സെക്ഷൻ 1 വെരി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു IT റിട്ടേൺ ആരാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കുകയോ അടയ്ക്കാതിരിക്കുകയോ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. ബട്ട് IT റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് നമ്മുടെ ഇൻകം ബേസിക് ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്നാണ് റൂൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം ന്യൂ സ്കീമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ബേസിക് ലിമിറ്റ് 4 ലക്ഷം രൂപ, ഓൾഡ് സ്കീമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ 2.5 ലക്ഷം രൂപ ആയിരിക്കും ബേസിക് ലിമിറ്റ്. അങ്ങനെയുള്ളവർ നിർബന്ധമായിട്ട് റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യണം. ദാറ്റ് ഇസ് എ റൂൾ. അല്ലാതെ തന്നെ ഗവൺമെൻറ് കുറേയേറെ കാറ്റഗറി 139 സബ്സെക്ഷൻ 1 നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ 1 കോടി കൂടുതൽ ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ, നമ്മൾ 2 lakhs കൂടുതൽ ഫോറിൻ ട്രാവൽ നടത്തിയിട്ടുണ്ട്, 1 ലക്ഷത്തിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ബില്ലുകൾ ഏതെങ്കിലും മാസത്തിൽ വന്നിട്ടുണ്ട്, വേറെ പല റീസൺ, ഫോർ എക്സാമ്പിൾ 50 lakhs കൂടുതൽ സേവിങ്സ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസ് ഉണ്ട്, 25,000 rupees കൂടുതൽ അഗ്രഗേറ്റ് TDS ആൻഡ് TCS എമൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റിട്ടേൺ മാൻഡേറ്ററി ആണ്, ഇൻകം ബേസിക് ലിമിറ്റ് താഴെയാണെങ്കിലും. പിന്നെ നമുക്ക് വേണമെങ്കിൽ വോളണ്ടറി ആയിട്ട് ചെയ്യാം. അപ്പോൾ അതേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സുകളൊന്നുമില്ല, ബാങ്കിലിട്ട FD ഉണ്ട്, അതിൽ നിന്നൊരു ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? റീഫണ്ട് മേടിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതേഴ്സ് സെലക്ട് ചെയ്യുക. സോ നമ്മൾ ഈ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്ന എക്സാമ്പിളിൽ ഇവരുടെ ബേസിക് ഇൻകം 4 lakhs കൂടുതലാണെന്ന് നോട്ടിക്കോ. കണ്ടിന്യൂ ചെയ്യുന്നു. ബേസിക്കലി ആദ്യം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും വരുന്നത്. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് വരുന്നതാണ്. എന്തെങ്കിലും മാറ്റണേ പ്രൊഫൈൽ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റും. ഇതൊരു സാലറിയുടെ ഒരു കേസാണ്. അപ്പം നമ്മൾ നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്നാന്ന് ഡിസ്ക്ലോസ് ചെയ്യുക. ഗവൺമെൻറ് ആണോ, സ്റ്റേറ്റ് ആണോ, പബ്ലിക് സർവീസ് ആണോ, അതർ പെൻഷൻ ആണോ, അതേഴ്സ് ആണോ? നമ്മൾ അതേഴ്സ് ആണ്, പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അതേഴ്സ് കാണിക്കുക. ഫയലിംഗ് സെക്ഷൻ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. നമുക്കറിയാം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഡ്യൂ ഡേറ്റിന് മുമ്പാണെങ്കിൽ അതിനെ സെക്ഷൻ 139(1) എന്ന് പറയും. ഇപ്പം നമുക്കറിയാം ITR 1 and 2 ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 31st July ആയിരിക്കും. നോൺ ഓഡിറ്റഡ് ആയിട്ടില്ല, ബേസിക്കലി ITR 4, 3 ഓഡിറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ഈ വർഷം തൊട്ട് ITR ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ് 31st August ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യല്ല, പുതിയൊരു ഡ്യൂ ഡേറ്റ് വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് വാട്ട് യു ക്യാൻ സേ. ഓഡിറ്റ് ഉണ്ടെങ്കിൽ അവരുടെ ഡ്യൂ ഡേറ്റ് ഫയലിംഗ് IT റിട്ടേൺ എന്ന് പറയുന്നത് 31st October ആയിരിക്കും. അതോടൊപ്പം തന്നെ ഒരു കമ്പനി ഓഡിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 31st October ആയിരിക്കും. പിന്നെ ഒരു പാർട്ണർഷിപ്പ് ഫേമിലെ പാർട്ണർ വർക്കിംഗ് പാർട്ണറാണ്, ആ ഫേം ഓഡിറ്റഡ് ആണെങ്കിൽ ആ പാർട്ണറുടെ IT റിട്ടേൺ ഫയൽ ചെയ്യുന്നതും 31st October. കാരണം ഫേമിൻ്റെ ഫയൽ കഴിഞ്ഞാലേ പാർട്ണേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ്റെ മാക്സിമം എമൗണ്ടോ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് റീസൺ. പിന്നെ ട്രാൻസ്ഫർ പ്രൈസിങ് ഉള്ളവർക്ക് November 30. അപ്പോൾ ഇതൊന്നും നിങ്ങൾ പറയേണ്ട. സാലറി ഉള്ള ആളാണെങ്കിൽ ITR 1 ആണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് വിൽ ബി എന്ന് പറയുന്നത് 31st July ആയിരിക്കും. അതിനുശേഷം ഫയൽ ചെയ്യുകയാണെങ്കിൽ അത് ലേറ്റ് റിട്ടേൺ ലേറ്റ് ആയിപ്പോയി. 139 സബ്സെക്ഷൻ 4 അനുസരിച്ച് December 31 വരെ സമയമുണ്ട്. അതാണ് ലാസ്റ്റ് ഡേറ്റ് ഫയൽ ദ നോർമൽ റിട്ടേൺ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഫയൽ ചെയ്ത IT റിട്ടേൺ റിവൈസ് ചെയ്യാം, മിസ്റ്റേക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അത് 139 സബ്സെക്ഷൻ 5 അനുസരിച്ച് ഇപ്പം നമുക്ക് March 31 വരെ സമയമുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മൾ ആക്ച്വൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 31st December തന്നെയായിരിക്കും. അപ്പം March വരെ സമയമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഫയൽ ചെയ്യുന്ന അപ്ഡേറ്റ് റിട്ടേൺ ആയിരിക്കും. അപ്ഡേറ്റ് റിട്ടേൺ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓഫർ ചെയ്യുന്ന ഇൻകത്തിന് അഡീഷണൽ ആയിട്ട് 25%, 50% എന്നൊക്കെ പറഞ്ഞാൽ അഡീഷണൽ പെനാൽറ്റി ടാക്സ് വേണ്ടി വരും. പിന്നെ റിട്ടേൺ ഡ്യൂ ഡേറ്റിന് ശേഷമാണ് ഫയൽ ചെയ്യുന്നതെങ്കിലുള്ള ഒരു കോൺസിക്വൻസ് ലേറ്റ് ഫീസ് വേണ്ടി വരും. അതായത് ഇൻകം 5 ലക്ഷത്തിൽ കൂടുതലാണ്, ചിലപ്പോൾ 12 ലക്ഷം വരെ നിങ്ങൾക്ക് ടാക്സ് കാണില്ല. പക്ഷേ നിങ്ങൾ 7 ലക്ഷം രൂപ ഇൻകം ഉള്ള ഒരാളാണ്, നിങ്ങളുടെ IT റിട്ടേൺ നിങ്ങൾ ഡ്യൂ ഡേറ്റിന് ശേഷമാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ
₹5,000 ലേറ്റ് ഫീസ് വേണ്ടി വരും. അപ്പം നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, നമുക്കറിയാം പുതിയ സ്കീമും പഴയ സ്കീമും ഉണ്ട്. ഇപ്പം നമുക്കറിയാം 99% ന്യൂ സ്കീമായിരിക്കും ബെനഫിഷ്യൽ. അപ്പം അത് നിങ്ങൾക്കറിയാം. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡെമോൺസ്ട്രേറ്റ് അല്ല ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മളൊരു സെപ്പറേറ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബേസിക്കലി പുതിയ സ്കീമിലേക്ക് വന്നു കഴിയുമ്പം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുക്കാം. സാലറി ഉള്ളവർക്ക് ₹75,000, പഴയ സ്കീമിൽ 50 പറ്റുള്ളൂ. വേറെ ഒരു ഡിഡക്ഷനും സാലറി കിട്ടത്തില്ല. ദെൻ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഒരു 2 lakhs വരെ നമുക്ക് ലോസ് എടുക്കായിരുന്നു, അത് ന്യൂ സ്കീമിൽ പെടത്തില്ല. പിന്നെ ചാപ്റ്റർ 6 ഡിഡക്ഷൻസും കിട്ടത്തില്ല. ബ്രോഡ്ലി പറയുകയാണെങ്കിൽ ഇത്രയും കിട്ടത്തില്ല. പക്ഷേ 87 റിബേറ്റ് 12 lakh വരെ നമുക്ക് അവൈലബിൾ ആണ്. പഴയ സ്കീമിൽ 5 ലക്ഷം രൂപ വരെ കിട്ടത്തുള്ളൂ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി കേസിൽ പുതിയ സ്കീമായിരിക്കും ബെനിഫിഷ്യൽ 99% അക്കോർഡിംഗ് ടു മീ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത്, ഡു യു വിഷ് ടു എക്സസൈസ് ആൻ ഓപ്ഷൻ അണ്ടർ 115 BAC ടു ഓപ്റ്റ് ഔട്ട് ഓഫ് ദി ന്യൂ റെജീം? അപ്പം നോർമലി നമ്മൾ ഡീഫോൾട്ടിംഗ് ആയിട്ട് എന്തായിരിക്കും, ന്യൂ റെജീമിലായിരിക്കും. ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റിമേഷൻ ചെയ്യണമെന്നാണ് റൂള് പറയുന്നത്. ഇപ്പോൾ ബിസിനസ് ഇൻകം ഉള്ളവർക്ക് ഒരിക്കലും ITR 1 ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. ബിസിനസ് ഇൻകം ഉള്ളവർക്ക് ഇൻറ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഫോമുണ്ട്. ബിസിനസ് ഇല്ലാത്തവർക്ക് ഏത് വർഷം വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം, പഴയത് വേണം പുതിയത് വേണം. പക്ഷേ ഒരു കാര്യം ഓർത്തിരിക്കാം, ആ ഇൻറ്റിമേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് വാട്ട് ദി ഇൻറ്റിമേഷൻ നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ സ്കീമിലേക്ക് പോകും. അപ്പോൾ ആ ഇൻറ്റിമേഷൻ ആസ് പെർ ദ റൂൾ വി ഷുഡ് ഡു ഇറ്റ് ഓൺ ഓർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ ഓഫ് ഇൻകം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കേസിൽ പഴയ റെജീമിൽ ITR 1 ഫയൽ ചെയ്യണം. അതായത് അതർ ദാൻ ബിസിനസ്സാണ് ഉറപ്പായിട്ടും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഴയ സ്കീമിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇൻറ്റിമേഷൻ ഫയൽ ചെയ്യുന്ന എപ്പോഴാണ്, റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴാണ്. റിട്ടേൺ ഡ്യൂ ഡേറ്റിന് ഫയൽ ചെയ്യാം എങ്കിൽ മാത്രമേ നമുക്ക് ഇൻറ്റിമേഷൻ ഡ്യൂ ഡേറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പോയിന്റ്. വൺസ് ഓപ്ഷൻ എക്സസൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ പഴയ സ്കീം ഓപ്റ്റ് ചെയ്തു, റിവൈസ് ചെയ്തപ്പോൾ പുതിയ സ്കീമിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. വൈസ് വേഴ്സ അത് പറ്റത്തില്ല. ഒരു വർഷം നിങ്ങൾ ഒരു സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വർഷം റിവൈസ് ചെയ്യുന്നതിനെല്ലാം സെയിം സ്കീം യൂസ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ വിൽ ഓട്ടോമാറ്റിക്കലി വരും. അതിൽ റീഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോമിനേറ്റ് ചെയ്യാം. അതല്ല ആഡ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ആഡ്, ഇവിടുന്ന് ആഡ് ചെയ്യാം, അല്ലെ പ്രൊഫൈലിൽ പോയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. എവറിത്തിങ് ഓക്കെയാണ്, കൺഫേം ചെയ്യുക. നമ്മൾ അടുത്ത സ്ക്രീനിലേക്ക് മൂവ് ഔട്ട് ചെയ്യുന്നതാണ്. അടുത്ത സ്ക്രീനാണ് നമ്മൾ ബേസിക്കലി ഗ്രോസ് ടോട്ടൽ ഇൻകം ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അസസിയുടെ ഒരു ഗ്രോസ് ടോട്ടൽ ഇൻകം വരുന്ന ഒരു ടേബിളാണ് ഇതെന്ന് പറയുന്നത്. ഈ ഒരു ഡെമോൺസ്ട്രേഷനിൽ സാലറി ഇൻകം ഉണ്ട്. അപ്പോൾ ഇപ്പം 12 lakhs താഴെ, ഇപ്പം നോർമലി TDS ഒക്കെ പിടിക്കുന്ന കേസിലാണെങ്കിൽ ആ സാലറി എമൗണ്ട് ഒക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കലി പോപ്പുലേറ്റഡ് ആയിട്ട് വരും. നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. കറക്റ്റാണെന്ന് വെരിഫൈ ചെയ്തിട്ട് കൺഫേം ചെയ്താൽ മതി. അപ്പോൾ TDS ഫയൽ ചെയ്യാൻ നേരത്ത് ഈ എംപ്ലോയറുടെ ഡീറ്റെയിൽ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിവിടെ വരത്തില്ല. അതാണ് അതിൻ്റെ ഒരു ലോജിക്കൽ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പം ഇവരുടെ കയ്യിൽ ഫോം 16 ഉണ്ടെങ്കിൽ മേടിക്കാം. ഫോം 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയർ TDS ഡിഡക്റ്റ് ചെയ്യുമ്പം തരുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ബേസിക്കലി. അതിൻ്റെ പാർട്ട് B എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അത് ഡീറ്റെയിൽ കിട്ടും. ഏത് വർഷമാണ്, സാലറി എത്രയാണ്, പിന്നെ ഡിഡക്ഷൻ. ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. ഒരു 12 lakh ആണ് സാലറി എന്ന് കൂട്ടിക്കും. വേറെ ഒരു ഡിഡക്ഷനും എടുക്കുന്നില്ല. നമ്മൾ ന്യൂ സ്കീമിലാണ് പോകുന്നത്. ആകെ കൂടി നമ്മൾ ക്ലെയിം ചെയ്യുന്നത് ഒരു 75,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യും. 11,25,000 ആയിരിക്കും നമ്മുടെ സാലറി ഇൻകം. വേറെ സാലറി ഒന്നുമില്ല. അപ്പം നെറ്റ് സാലറി അല്ലെ ടാക്സബിൾ സാലറി എന്ന് പറഞ്ഞാൽ 11,25,000 ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ IT-യിൽ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ we will show here. Let us say 12 lakhs. അപ്പോൾ 75,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറഞ്ഞു. അച്ചോൾ വേറെ എന്തെങ്കിലും പ്രോഫിറ്റിൻ്റെയോ സാലറിയോ പെർക്യൂസിറ്റ്സ് വാല്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുക. ഇവിടെ അതൊന്നുമില്ല. അതൊക്കെ അറിയണേ ഫോം 16B എന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സേവ് ചെയ്യാം. ഹൗസ് പ്രോപ്പർട്ടി ഇൻകം നമുക്കറിയാം. പുതിയ സ്കീമിലേക്ക് പോകുമ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിലെ ലോസ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ 2 പ്രോപ്പർട്ടി ഇൻകം വരെ നമുക്ക് ആഡ് ചെയ്യാം. ഈ പറഞ്ഞ കേസിലൊന്നുമില്ല. ദെൻ അടുത്താണ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ബേസിക്കലി ഈ അസസിയുടെ എന്തെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലായിട്ട് സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് ഒരു 2,091 രൂപ,
അപ്പം നമ്മുടെ അതർ സോഴ്സിൽ അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നത് 4896 രൂപയും പിന്നെ ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് ബാങ്ക് 993 രൂപയേ ഉള്ളൂ. പക്ഷേ ഇവിടെ 2091 രൂപ ഉണ്ട്. 4896 അതർ ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. പിന്നെ ഷെയർ പർച്ചേസ് ചെയ്താണ്. ഷെയർ പർച്ചേസ് ചെയ്യുമ്പോൾ നോ ഇഷ്യൂ, സെയിൽ ചെയ്യുമ്പോൾ മാത്രമേ ടാക്സേഷൻ വരുള്ളൂ. വേറെ ഡീറ്റെയിൽ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എഡിറ്റ് ചെയ്യാം. ലെറ്റ്സ് സേ ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എഡിറ്റ് ചെയ്തിട്ട് എത്രയാണോ ആക്ച്വൽ അത് ഡിസ്ക്ലോസ് ചെയ്യുക. 2091. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ 6984 വരും, ഇൻട്രസ്റ്റ് രണ്ടും 4896 2091. സോ ഇൻകം ഫ്രം അതർ സോഴ്സും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ 11,31,987 വരും. കൺഫേം ചെയ്യാം. ഗോ ടു ദി നെക്സ്റ്റ്. ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. ആസ് ഐ സെഡ്, നമ്മൾ ന്യൂ സ്കീമിൽ പോകുന്നതുകൊണ്ട് വി ആർ നോട്ട് എലിജിബിൾ ഫോർ ദ ഡിഡക്ഷൻസ്. സോ യു ക്യാൻ ജസ്റ്റ് കൺഫേം. ഇറ്റ്സ് വെരി സിമ്പിൾ ദീസ് ഡേയ്സ് ITR 1 ഫയലിംഗ്. ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ ടാക്സ് പേ ചെയ്തിട്ടുണ്ട്, TDS കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. നോർമലി ഫ്രം AS ഇത് വരും. വന്നിട്ടില്ലെങ്കിൽ എനിക്ക് ആഡ് ചെയ്ത് കാണിക്കാം. അങ്ങനെ എറർ വരുന്ന ചാൻസ് കുറവാണ്. പക്ഷേ ഈ പറയുന്ന കേസിൽ ഒന്നും ആപ്ലിക്കബിൾ അല്ല. ടോട്ടൽ ടാക്സ് പെയ്ഡ് ഈസ് 0. കൺഫേം ചെയ്യാം. ഇനി യു വിൽ ഹാവ് ടു വെരിഫൈ. ബേസിക്കലി ഇത് ഫൈനൽ കമ്പ്യൂട്ടേഷനാണ്. നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 11,31,987 ആയിരിക്കും. അതിൽ നിന്ന് ടാക്സ് പേയബിൾ എന്ന് പറയുന്നത് 53,199 രൂപ വരും. അതിൻ്റെ കമ്പ്യൂട്ടേഷനാണ്. കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയാം. പുതിയ സ്കീം അനുസരിച്ച് ആദ്യത്തെ 4 ലക്ഷം വരെ ടാക്സ് വരത്തില്ല. അതിനുശേഷം ഓരോ 4 ലക്ഷം രൂപയ്ക്കും 5% വെച്ച് ടാക്സ് വരും. 24 ലക്ഷം രൂപയ്ക്ക് മേളി വന്നു കഴിഞ്ഞാലാണ് 30% ടാക്സേഷൻ വരത്തുള്ളൂ. ദാറ്റ് ഈസ് എ റൂൾ. അപ്പോൾ ഇവിടെ 8 ലക്ഷം വരെ ഇൻകം, 4 തൊട്ട് 8 ലക്ഷം രൂപ വരെയുള്ളതിന് 5%, അതായത് 4 ലക്ഷത്തിൻ്റെ 5% എന്ന് പറഞ്ഞാൽ 20,000 രൂപ വരും. അതിനുശേഷം 8 ലക്ഷം തൊട്ട് 12 ലക്ഷം വരെ 10% സ്ലാബാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ഇൻകം എന്ന് പറയുന്നത് 11,31,990 ആണ്. അപ്പോൾ 8 ലക്ഷം തൊട്ട് 11,31,990യുടെ 10% വരും. അതായത് 33,199 രൂപ വരും. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പം 53,199 രൂപ വരും. 87A എന്ന് പറയുന്ന റിബേറ്റ് സെക്ഷൻ, അത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു റെസിഡൻറ്റ് ഇൻഡിവിജ്വലാണ്, നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 12 lakhs അതിൽ താഴെയാണെങ്കിൽ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ടോട്ടൽ ഇൻകം 12 ലക്ഷത്തിൽ താഴെയാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ല, ടോട്ടൽ ഇൻകം 12 ലക്ഷത്തിൽ താഴെയാണ് എങ്കിലും നമുക്ക് റിബേറ്റ് കിട്ടും. അതായത് 60,000 രൂപ ഓർ ടാക്സ് ലൈബിലിറ്റി വിച്ച് ഇസ് ലെസ് ആണ്. അപ്പോൾ ഇവിടെ 60,000 ഓർ 53,199 ആ 87A എൻ്റയർ എമൗണ്ട് റിബേറ്റ് ക്ലെയിം ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നെറ്റ് ടാക്സ് പേയബിൾ വിൽ ബി 0 ആയിട്ട് കാണും. വേറെ ഇൻട്രസ്റ്റോ ടാക്സ് ഇല്ലാത്തതുകൊണ്ട് ടാക്സ് ചെയ്യുന്ന ഡിലേ വന്നതിൻ്റെ ഇൻട്രസ്റ്റോ, അതാണ് 234ABC ഇൻട്രസ്റ്റ്, അതൊന്നും വരത്തില്ല. കൺഫേം. അതല്ല തിരിച്ച് ടാക്സ് അടയ്ക്കേണ്ട കേസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടുത്തെ പേ ചെയ്യാൻ പറ്റും. ആ പേ ചെയ്ത് കഴിയുമ്പോൾ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് പേ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ കാണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺഫേം ചെയ്യാം. ദെൻ ദ ലാസ്റ്റ് സ്റ്റേജ്, പ്രൊസീഡ് ടു വെരിഫൈ. അപ്പോൾ ലാസ്റ്റ് ഫൈനലി ദേ വിൽ സേ യു നീഡ് ടു മേക്ക് എ പേയ്മെൻറ്റ് 0. ഒരു ടാക്സും വരില്ല. അതെല്ലാം റീഫണ്ടാണ്, റീഫണ്ട് എന്ന് കാണിക്കും. ടാക്സ് പേ ചെയ്താൽ റിട്ടേൺ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഇൻവാലിഡ് ആക്കി കളയും. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മേഷനാണ് സാലറി ഇൻകം നെറ്റ്, അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് 11,25,000. അതർ സോഴ്സ് നമ്മൾ കാണിച്ച ഇൻകം, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അതൊന്നുമില്ല. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 11,31,987. നമ്മൾ ATC അല്ലെ ചാപ്റ്റർ ഡിഡക്ഷൻസ് ഒന്നും എടുത്തില്ല. ദെൻ കമ്പ്യൂട്ടേഷൻ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന 11,31,990 രൂപയുടെ ടാക്സ്, 87A വന്ന റിബേറ്റ്, അതെല്ലാം കുറച്ച് കഴിയുമ്പോൾ നെറ്റ് ടാക്സ് ലൈബിലിറ്റിയുടെ ഒരു കമ്പാരിസണാണ്. ഇവിടെ ഒന്നുമില്ല, ടാക്സ് ലൈബിലിറ്റി ഒന്നുമില്ല. യു ക്യാൻ ജസ്റ്റ് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ദി റിട്ടേൺ. അപ്പം നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക്ഡ് ആണെങ്കിൽ അതൊരു OTP വരും. ആ OTP വെച്ചിട്ട് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി 30 days വരെ സമയമുണ്ട്. റിട്ടേൺ അങ്ങ് സബ്മിറ്റ് ചെയ്യുക, എന്നിട്ട് 30 days വെരിഫൈ ചെയ്യാം.
അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അത് സൈൻ ചെയ്തിട്ട് CPC ബാംഗ്ലൂരിലേക്ക് അയച്ചു കൊടുക്കുക. നിർബന്ധമായിട്ടും ചെയ്യണം. 1, പലരും ഫയൽ ചെയ്തിട്ട് പിന്നെ മറന്നുപോകും. 2, ചിലപ്പോൾ നമ്മൾ ഫയൽ ചെയ്യുന്ന റിട്ടേണിൽ ചിലപ്പോൾ എന്തെങ്കിലും ക്ലറിക്കൽ എറർ വരും. അത് ചിലപ്പോൾ ടെക്നിക്കൽ എറർ ആയിരിക്കാം. അപ്പം നമ്മൾ ഫയൽ ചെയ്ത റിട്ടേൺ ഡിപ്പാർട്ട്മെൻറ്റ് ഇതെല്ലാം കമ്പ്യൂട്ടറാണ് പ്രോസസ്സ് ചെയ്യുന്നത്, നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ എറർ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ റിട്ടേൺ ചിലപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഡിഫക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചിലപ്പം ഡിഫക്റ്റീവ് നോട്ടീസ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഈ ഡിഫക്റ്റീവ് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 ദിവസത്തിനുള്ളിൽ അതൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. ഡേറ്റ് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ 15 ദിവസത്തിനുള്ളിൽ നമ്മൾ ആ കറക്റ്റീവ് ആക്ഷൻ എടുത്തില്ലെങ്കിൽ 139(9) എന്ന് പറയുന്ന സെക്ഷൻ അനുസരിച്ച് നമ്മുടെ റിട്ടേൺ ഇൻവാലിഡ് ആക്കി കളയും. അപ്പോൾ ഇൻവാലിഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നത്തിങ് ബട്ട് യു ആർ നോട്ട് ഫയൽ ദ റിട്ടേൺ. റീഫണ്ട് ആണെങ്കിൽ റീഫണ്ട് കിട്ടത്തില്ല. പിന്നെ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ അത് ബീലായിട്ട് റിട്ടേൺ ആണെങ്കിൽ ലേറ്റ് ഫീസ് വേണ്ടി വരും. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ അത് അൺഡിസ്ക്ലോസ് ഇൻകം ആയിട്ട് വരെ ട്രീറ്റ് ചെയ്യും. അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഫൈന്, പെനാൽറ്റി ഒക്കെ വരും. അപ്പോൾ ടൈംലി ഫയലിംഗ്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിട്ടേൺ പ്രോസസ്സായെന്ന് വരെ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്ന ഡാറ്റയും ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ഡാറ്റയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, ഇത് ക്രോസ് വെരിഫൈ ചെയ്യും. ഇപ്പം നമ്മൾ ഈ കണ്ട റിട്ടേൺ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ബാങ്കിൽ വന്നേക്കുന്ന ഇൻട്രസ്റ്റ് ഒരു 2000 രൂപ സംതിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ITR പോപ്പപ്പ് ചെയ്ത് വന്ന് 996 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മളത് എഡിറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ റിട്ടേൺ ഇൻവാലിഡ് ആയിപ്പോയി ഫയൽ ചെയ്ത് കഴിയുമ്പോൾ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റ് റിട്ടേൺ പ്രോസസ്ഡ് വിത്ത് നോ ഡിമാൻഡ് എന്ന് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രോസസ് വിത്ത് ഡിമാൻഡ് എന്ന് പറയും. അപ്പോൾ ഡിമാൻഡ് വന്ന് എന്നാന്ന് കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം പ്രോസസ്സ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ITR ഫയലിങ്ങിൻ്റെ ആ ഒരു എൻ്റയർ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഫയൽ ചെയ്യുന്ന അന്ന് തന്നെ ഇത് പ്രോസസ്സ് ഒന്നും ആവില്ല. ഇറ്റ് മേ ടേക്സ് ടൈം. അപ്പോൾ നിങ്ങളുടെ മെയിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതാണ് ബേസിക്കലി ITR 1 ഫയൽ ചെയ്യുന്നതിൻ്റെ ഒരു ബ്രോഡർ ആയിട്ടുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി സിമ്പിൾ, എവറിബഡി ക്യാൻ ട്രൈ എന്നുള്ളതാണ് ITR 1 നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ്. താങ്ക് യു.